പ്ലസ് ടു മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ നമ്മളെ ഫസ്റ്റ് പാർട്ടാണ്. ബേസിക് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മൾ എക്സസൈസ് 7.1 18th ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഈ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തലവേദനയാണ് അല്ലേ? ഒന്നല്ലെങ്കിൽ എന്ത് പറ്റൂല, ട്രിഗണോമെട്രി അലർജിയാണ്. അതിൻ്റെ കൂടെ ഇൻ്റഗ്രേഷനും കൂടി വന്നാൽ നമുക്ക് കൂനമ്പ് കുരു എന്ന് പറഞ്ഞ പോലെയാണ് വരിക. പക്ഷെ എങ്കിലും നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വരുന്നുള്ള ഇൻ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്. പ്രാക്ടീസ് ചെയ്താൽ മതി, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എന്നാലും ഇനിയിപ്പോൾ അലർജി വല്ലാതെ അലർജി ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിൾ ബേസിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, നമുക്ക് ആ ബ്രാക്കറ്റ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഓൾ ഡി എക്സ് എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഇതിന് ഇൻ്റഗ്രേഷൻ സെപ്പറേറ്റ് ചെയ്ത ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളത് ഒരു ടേം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് അടുത്ത ടേം. ഓക്കെ, നമുക്കറിയാം ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ് അല്ലേ? ഓക്കെ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ് എന്നുള്ളത്. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരുന്നത്? ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് എന്നുള്ളത് എന്തിൻ്റെ ആണ്? അതായത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? നമ്മൾ സീക്ക് എക്സ് എന്ന് വരും പ്ലസ് സി. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രി വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനെ മാറ്റി നിർത്തണ്ട, മാക്സിമം എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ട്രിഗണോമെട്രി വരുന്ന ഒരു പ്രോബ്ലമാണ്, ഫംഗ്ഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ്. 7.1 16th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ 2x മൈനസ് കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എന്നുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റീസ് ഒന്നും അപ്ലൈ ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇൻ്റഗ്രൽ 2x ആണ് ഫസ്റ്റ് ടേം, മൈനസ് ഇൻ്റഗ്രൽ 3 ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണ് സെക്കൻഡ് ടേം, പ്ലസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആണ് ലാസ്റ്റ് ടേം. 2x dx വരുമ്പോൾ 2 അവിടെ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്നൊക്കെ എഴുതാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ 2x നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ പവർ 1 ആണ്, ഒന്ന് കൂടും. അപ്പോൾ എന്താവും? എക്സ് സ്ക്വയർ ബൈ 2 എന്നാവും. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്നാവും ഫസ്റ്റ് ടേം, മൈനസ് 3 കോസ് എക്സ്. അതുപോലെ തന്നെ 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് കൊണ്ടുവരാം. പക്ഷേ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? 3 ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും, പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ. നമുക്കറിയാം ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സ് ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വരെ എക്സ് സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്, സി ഇടാൻ മറക്കല്ലേ, പ്ലസ് സി. ഓക്കെ ആണല്ലോ? പ്ലസ് ടു മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 7.1 19th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇത് ഡിഫറൻസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പിൽ ആൻസർ എഴുതിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ് ചോദിച്ചത്. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീക്ക് സ്ക്വയർ എക്സിനെ നമുക്കറിയാം സീക്ക് എന്നുള്ളത് ആരുടെ റെസിപ്രോക്കലാണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ? അതുപോലെ തന്നെ കൊസീക്ക് എന്നുള്ള സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് ആ ടേമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് എങ്ങനെ വരും? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, ഓൾ ഡിവൈഡഡ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. നമ്മൾ ബേസിക് കാര്യങ്ങൾ ട്രിഗണോമെട്രിക് ബേസിക് ഐഡൻറ്റിറ്റീസിലൊക്കെ ഇതിൻ്റെ റെസിപ്രോക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്, 10th +1 പഠിച്ചതാണ്. ഇനി ഡി എക്സ് താഴെയുള്ള 1 ബൈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ റെസിപ്രോക്കൽ എടുത്തിട്ട് മുകളിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ
കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എഴുതാം, സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്നുള്ളൊരു ടേം വന്നു അല്ലേ. എന്താണ് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ? ടാൻ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ് വരിക? ടാൻ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനോ ഫംഗ്ഷനോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എഗെയിൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലേ. നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് മാത്രമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് സീക്ക് സ്ക്വയർ തീറ്റ -1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് ഇയാളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ തീറ്റ -1 ഡി എക്സ്. ഇനി നമുക്കറിയാം സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആര്? സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്താ വരിക? ടാൻ എക്സ് എന്നുള്ളത് വരും. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റഗ്രൽ ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ തീറ്റ ഉള്ളത് എക്സ് ആണല്ലേ, സോറി, ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ അവിടെ എക്സിൻ്റെ പവർ 0 ആണ് അല്ലേ. അപ്പോൾ എക്സ് റൈസ് ടു 1 എന്നാവും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് സി. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യാനുള്ളത്. +2 മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള രണ്ടാമത്തെ കാറ്റഗറി. ഒന്നാമത്തെ നമ്മൾ ബേസിക് ഫോർമുലാസ് വെച്ചിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഇത് രണ്ടാമത്തെ കാറ്റഗറിയാണ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിന് മുന്നേ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എഗെയിൻ നമ്മൾ ഒരു 4, 5, 6 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാവാനാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേത് കാറ്റഗറിയിലാണ്, ഇത് ഏതിൻ്റെ അണ്ടറിലാണ്, ഇത് എങ്ങനെയാണ് ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്, ഏത് ടേമിനാണ് നമ്മൾ മാറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ മാക്സിമം ഡിവൈഡ് ചെയ്തിട്ട് പ്രോബ്ലംസിനെ അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് എക്സ് റേസ് ടു എൻ ഫോമിൽ വരുന്ന സാധനങ്ങൾ. ഓക്കെ, എക്സ് റേസ് ടു എൻ ഫോമിൽ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സാധനങ്ങൾ. രണ്ടാമത്തതാണ് അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് എക്സാമ്പിൾ 36, എക്സസൈസ് 7.2 ആണ് ഓൾമോസ്റ്റ് ഏത് വരുന്നത്? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സസൈസ് 7.2 ഇത്രയും പ്രോബ്ലംസ് ആണ്. പിന്നെ മിസ്ലേനിയസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് ലോഗ് എക്സ് എന്നുള്ളത്. ഓക്കെ, ലോഗ് എക്സിൽ എക്സസൈസ് 7.2 വരുന്ന ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലോഗ് സംതിങ് വരുന്ന, ഓക്കെ, ലോഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്താണ് ഇ റേസ് ടു എക്സ് എന്നുള്ള ടൈപ്പ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്തത് ട്രിഗണോമെട്രീൻ്റെ ആണ് 3 വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷനിൽ. ട്രിഗണോമെട്രിയിൽ ഒന്നാമത്തെ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള ഐഡൻറ്റിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ എക്സസൈസ്, മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് വരുന്നതുണ്ട്. ഓക്കെ, ഇൻവേഴ്സ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഐഡൻറ്റിറ്റീസ് ഒന്ന് ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള അതിൻ്റെ കുറച്ച് ഏതാനും 3-4 ക്വസ്റ്റ്യൻസ്. ഇനി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, ഐഡൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ +1 പഠിച്ച സൈൻ എ പ്ലസ് ബി, സൈൻ ബി, പിന്നെ സൈൻ 2a 3a അതൊക്കെ വരുന്ന ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഐഡൻറ്റിറ്റീസ് നമ്മുടെ കയ്യിൽ ആ ചാർട്ട് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഐഡൻറ്റിറ്റീസ് എന്നുള്ളതിൻ്റെ ഒരു പേപ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും സബ് കാറ്റഗറീസ് ആണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ 7.2 6th ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാറ്റഗറി എക്സ് റൈസ് ടു എൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന
പ്രോബ്ലംസ് ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി അല്ലേ? റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി. ഇവിടെ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഡയറക്റ്റ് സിമ്പിൾ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടില്ലേ, ഫുട്ബോളൊക്കെ ഉണ്ടാവില്ല സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരാളെ മാറ്റിയിട്ട് പകരം നമുക്ക് അവിടെ ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒരു ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒരാളെ ഒരു ഫംഗ്ഷൻ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആളെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആളെ നമ്മൾ എഗെയിൻ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് സിംപ്ലിഫൈഡ് ഫോമിലാക്കിയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും മനസ്സിലായില്ലല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എ എക്സ് പ്ലസ് ബി എന്നുള്ള ആൾക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എ എക്സ് പ്ലസ് ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ടി എന്നുള്ള ഒരു ടേം കൊടുക്കാം. അപ്പോൾ എ എക്സ് പ്ലസ് ബിൻ്റെ പകരം ഇനി നമുക്ക് എന്ത് എഴുതിയാൽ മതി? ടി എന്ന് എഴുതിയാൽ മതി. നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ എന്താ വരിക? ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ എ എക്സ് പ്ലസ് ബി എന്നുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്തു? ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഈ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി എന്നുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുക? ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ അവിടെ ബി എ ബി എന്നുള്ളതൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, എ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? എ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് മാത്രം വരും. ഓക്കെ, എ പ്ലസ് ബീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? ആ സ്റ്റെപ്പ് ഒന്ന് എഴുതുക. ഡിഫറൻഷിയേഷൻ്റെ ഡി ബൈ ഡി എക്സ് ഇതാണല്ലോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടി. എ എക്സ് പ്ലസ് ബീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? എ എന്നുള്ള ടേം മാത്രം വരും. പ്ലസ് ബീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ടീനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? നമ്മൾ ഡിഫറൻസിയേഷനിലെ അവസാന ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ടീനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് എന്നുള്ള ടേമാണ് വരിക. എന്താണ് വരിക? ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പം ഇങ്ങനെ ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. ഇനി നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മളെ ക്വസ്റ്റ്യനിൽ ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ആ ഡി എക്സിനെ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസറിൽ നമ്മൾ ഇനി ഡി എക്സ് ഈക്വൽ ടു എന്താ എഴുതാൻ പോകുന്നത്? 1/a. ഓക്കെ, എനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി അല്ലേ? 1/a എന്നായി. 1/a ഡി ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി ടി ബൈ എ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്കിവിടെ എത്തിയത്. നമ്മളിവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ക്വസ്റ്റ്യൻ അവിടെ എഴുതുക. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സിനെ ഇനി നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബിക്ക് നമ്മൾ ആദ്യം ആരെ കൊടുത്തിട്ടുള്ളത്? എക്സ് പ്ലസ് ബിന് പകരം നമ്മൾ ടി ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് ടി ഓക്കെ ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് ഇനി എന്ത് എഴുതാം? ടീൻ്റെ ടേമിലുള്ള ഇൻറ്റു 1/a ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ റൂട്ട് ടീനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ടിക്ക് പറഞ്ഞ പോകണ്ടില്ല, ടി റേസ് ടു 1/2 അല്ലേ? ഇൻറ്റഗ്രേഷൻ ചെയ്യാനായിട്ടില്ല. അപ്പോൾ ആ റൂട്ട് ടീനെ ടി റേസ് ടു 1/2 എന്ന് എഴുതി. 1/a എന്നുള്ളത് എന്താണ്? അവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ? 1/aനെ ഞാൻ ഈ ഇൻറ്റഗ്രേഷൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, 1/a എന്നുള്ളത്. ഇനി ഡി ടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ? ടി റേസ് ടു 1/2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ടി റേസ് ടു 1/2 അവിടെ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്, ഇൻ ടേംസ് ഓഫ് ടിയിലാണ് നമ്മൾ ടോട്ടൽ ഈ ഇൻറ്റഗ്രൽ ഫോം ഉള്ളത്. അപ്പോൾ അതിനെ ടി റേസ് ടു 1/2 പ്ലസ് 1 എന്ന് വരും അല്ലേ? 1/2ൻ്റെ കൂടെ ഒരു 1 കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1 × 1 1 + 2/2 ദാറ്റ് ഈസ് 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/a
ഇൻറ്റു ടി റേസ് ടു 3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ 3/2 റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായി 2 എന്നായി. അപ്പോൾ 2/3a ഇൻറ്റു ടി റേസ് ടു 3/2 പ്ലസ് സി എന്നായി നമ്മളെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം ടിക്ക് ഒരാളെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആരെ പകരമാണ് നമ്മൾ ടി എന്നെടുത്തത്, എ എക്സ് പ്ലസ് ബിൻ്റെ പകരമാണ്. അത് നമ്മൾ എന്തായാലും ഈ ഓരോ ആൻസറിൻ്റെ ഈ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ ആൻസറിൻ്റെ ലാസ്റ്റിൽ നമ്മളത് മാറ്റി എഴുതണം, അപ്പോൾ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എന്ത് വരും 2/3a എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു 3/2 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈനൽ ആൻസർ വരുന്നത്. ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ് 7.2 എക്സസൈസ് 7.2 9th ക്വസ്റ്റ്യൻ. നമ്മൾ എക്സ് റേസ് ടു എൻ എന്നുള്ള സബ് കാറ്റഗറിയിലുള്ള ഒരു പ്രോബ്ലമാണ്. എന്താണ് ക്വസ്റ്റ്യൻ, എന്താ 4x + 2 ഇൻറ്റു √(x² + x+1) എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മളൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അതാണല്ലോ നമ്മൾ എയിം അല്ലേ. ഒരാൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുക്കണം. അത് ആർക്ക് കൊടുക്കണം, 4x + 2 കൊടുക്കണോ അതോ റൂട്ടിൻ്റെ ഉള്ളിലുള്ള x² + x+1 കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ഒരു 99% പ്രോബ്ലത്തിലും നമുക്കത് അപ്ലൈ ചെയ്യാം. എങ്ങനെ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടി എന്നുള്ള ടേം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടാവും. അയാളെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഡെറിവേറ്റീവ് അപ്പുറത്ത് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4x + 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, നമുക്ക് സിമ്പിളായിട്ട് പറയാം എക്സ് ആണെന്നുള്ളത്. പക്ഷേ എക്സ് ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിലാണ്, അവിടെ x² ഉണ്ട്, പിന്നെ അല്ലേ എക്സ് അല്ലാതെ x² എന്നുള്ള ടേം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി നേരെ തിരിച്ച് x² + x+1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ടി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ x² + x+1 ഡെറിവേറ്റീവ് 2x+1 എന്നാണ് വരിക. ഈ 2x+1 ഇവിടെ ഉണ്ട്, ഈ 4x + 2 2x+1 ഉണ്ട്, അവിടെ 2നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഇത് ചെറിയൊരു ഹിൻ്റാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്കിതിനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആർക്ക് കൊടുക്കാം, റൂട്ട് അവിടെ നിന്നോട്ടെ, റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. x² + x+1 = t എന്നുള്ളത് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ, എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതുക d/dx ഓഫ് x² + x+1 = d/dx ഓഫ് t എന്നുള്ളത്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 2x ആണ്, എക്സിൽ 1 ആണ്, 1ൽ 0 ആണ്. ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx. ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇതിന് ഇൻ്റഗ്രൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടാവും, ഒരു dx എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് dxൻ്റെ ടേമിലേക്ക് എഴുതിയാൽ dx = എന്താവും dt/2x+1 എന്നുള്ള ഒരാളിൽ എത്തി നിൽക്കും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ 4x + 2 പകരം 4x + 2 പകരം ഒന്നുമില്ല, അത് അതേപോലെ തന്നെ എഴുതി അല്ലേ. 4x + 2 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി ഇൻറ്റു √(x² + x+1 പകരം നമ്മൾ ആരെ കൊടുത്തിട്ടുണ്ട്, ടി ആ കൊടുത്തിട്ടുണ്ട് അല്ലേ, dx. ഓക്കെ, ഒരു ഇൻറ്റു dxന് പകരം ഇനി നമുക്ക് ആരെ എഴുതാം, dt/2x+1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 4x + 2 നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ ആയിട്ട് ഒരു 2നെ കോമൺ ആയിട്ട് എടുത്തുവിടുക. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ 2 × 2x+1 എന്നായി ഇൻറ്റു റൂട്ട് ടീനെ നമുക്ക് റൂട്ടിൻ്റെ മറ്റേ സ്വഭാവം എഴുതാം, എന്ത് t⁻1/2. അതാകുമ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻറ്റു dt/2x+1. ഈ 2x+1 ഈ 2x+1 ക്യാൻസൽ. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാനാണ് ആരുടെ ഡെറിവേറ്റീവ് ആണോ അയാളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അവിടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി.
ഇനി അവിടെയൊക്കെ ടി ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അവിടെ ബാലൻസ് വരുന്നത് ആരൊക്കെയാണ്? ഇൻ്റഗ്രൽ 2 ഇൻറ്റു ടി റേസ് ടു 1/2 ഡി ടി എന്നുള്ള ടേമാണ് ഇനിയിപ്പോൾ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്താണ്, 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ടി റേസ് ടു 1/2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2ൻ്റെ കൂടെ 1 കൂടും, അപ്പോൾ അതായത് 3/2 എന്നാവും. ഓക്കെ, അപ്പോൾ ടി റേസ് ടു 2 ഇൻറ്റു ടി റേസ് ടു 3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി എന്നായി. ഓക്കെ, ഈ 3/2നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അല്ല ഈക്വൽ ടു റെസിപ്രോക്കൽ എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായി, 2/3 എന്നായി. അപ്പോൾ 4/3 എന്ത് വരും, 4/3 ഇൻറ്റു ടി റേസ് ടു 3/2 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഈ ടീനെ നമ്മൾ ഇതിലെ ആൻസർ അവസാനിപ്പിച്ച് ഒരിക്കലും പോകരുത്. ടി നമ്മൾ ആർക്കാണോ ടീനെ നമ്മളവിടെ മാറ്റിയത് അയാളെ കൂടെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും, 4/3 ഇൻറ്റു ടി നമ്മൾ കൊടുത്ത x² പ്ലസ് x+1 അല്ലേ. അപ്പോൾ x² പ്ലസ് x+1 ഓൾ റേസ് ടു 3/2 പ്ലസ് സി. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിലുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ 7.2 എക്സൈസ് 7.2 7th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ കൺഫ്യൂഷൻ അല്ലേ. ഇൻ്റഗ്രേഷൻ ആണ് ഓവറോൾ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ ബേസിക് ഫോർമുല യൂസ് ചെയ്തിട്ടാണോ എന്നുള്ള ഓരോ നോക്കണം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആർക്കാന്നല്ല, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് x+2 dx, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവണം എന്നുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ x+2നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സപ്പോസ് റൂട്ടിനുള്ളിൽ ആളാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യണത്. അപ്പോൾ അവിടെ എക്സിൻ്റെ 2ൻ്റെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പക്ഷേ 1 എടുത്തു കഴിഞ്ഞാലും അവിടെ അതിൻ്റെ പുറത്ത് ഓൾറെഡി ആരുണ്ട്, ഒരു എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റാം, അതിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ x+2നെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, x+2 = t എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തു. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d/dx ഓഫ് x+2 = d/dx ഓഫ് t എന്നുള്ള വരും. x+2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. അവിടെ എന്ത് വരും, dt/dx എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, dx = dt എന്നുള്ള ആളെ കിട്ടി. ഓക്കെ, അപ്പോഴും നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ എക്സിനെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ x ഇൻറ്റു റൂട്ട് ഓഫ് x+2 dxനെ ഇനി നമുക്ക് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ എക്സ് അവിടെ ഒരു വയ്യാവേലിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ, റൂട്ട് ഓഫ് ടി ഇൻറ്റു dxന് പകരം നമുക്ക് എന്ത് ചെയ്താൽ dt എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റാം, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് x+2 = t ആണല്ലോ അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്താണ്, x+2 = t ആണ്. ഇതിൽ നമുക്ക് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഈ ടീൻ്റെ ടേമിലേക്ക് എഴുതിക്കൂടെ, t-2 എന്ന് എഴുതാം. അപ്പോൾ ഇനിയുള്ള അവിടെയുള്ള എക്സിന് പകരം നമുക്ക് t-2 എന്നുള്ളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ചെയ്തു പോവാം. എങ്ങനെ, അവ ഈക്വൽ ടു എങ്ങനെ വരും, ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിന് പകരം ഞാൻ t-2 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ടിക്ക് പകരം റൂട്ട് ടിക്ക് പകരം t⁻1/2 റൂട്ടിൻ്റെ മറ്റൊരു സ്വഭാവം. ഓക്കെ, ഇൻറ്റു dt. ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഇനി ഇൻ്റഗ്രേഷൻ ആയോ, ഇൻ്റഗ്രേഷൻ പാകപ്പെട്ട് വന്നിട്ടില്ല. ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ t ഇൻറ്റു t⁻1/2 ഇവിടെ -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു t⁻1/2 dt എന്നുള്ളത് വരും. ഓക്കെ, ഈക്വൽ ടു t ഇൻറ്റു t⁻1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ t⁻1 ഇൻറ്റു t⁻1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t⁻1+1/2 ആണ്. ദാറ്റ് ഈസ് t⁻2+1/2 എന്ന് വരും, ഈക്വൽ ടു t⁻3/2 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ ഇൻ്റഗ്രൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഇൻ്റഗ്രേഷനും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഇൻ്റഗ്രൽ t⁻3/2 dt എന്നുള്ള ഫസ്റ്റ് ടേമും മൈനസ് ഇൻ്റഗ്രൽ 2 അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, t⁻1/2 1/2 നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല, 1/2
ഡി ടി എന്നുള്ള സെക്കൻഡ് ടേമും നമുക്ക് അവിടെ തെളിഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാലോ. എക്സ് റേസ് ടു എൻ എന്നുള്ള നമ്മൾ ആ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ എന്ത് കൂടും? 1 കൂടും അല്ലേ. അപ്പോൾ 3/2 + 1, അപ്പോൾ 3/2 + 1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3/2ൻ്റെ കൂടെ ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ 3 + 2 / 2 ദാറ്റ് ഈസ് 5/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? t⁵5/2 ഓൾ ഡിവൈഡഡ് ബൈ 5/2 മൈനസ് 2 ഇൻറ്റു 1/2ൻ്റെ കൂടെ ഒന്നും കൂടി കഴിഞ്ഞാൽ t⁵3/2 എന്ന് വരും. 3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി എന്ന് വരും. 5/2നെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ ഒന്ന് കൊണ്ടുവന്നാൽ 2 ഇൻറ്റു t⁵5/2 ഓൾ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3/2നെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ ഒന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 ആവും. 4 ഇൻറ്റു t⁵3/2 ഓൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. ഇങ്ങനെ നമ്മൾ ആൻസർ അതിനെ ഇട്ടേച്ച് പോകാൻ പാടില്ല. നമ്മൾ ടീനെ എന്ത് ചെയ്യണം? മാറ്റിയ ആളെ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ അവിടെ കൊണ്ടുവന്നത് എക്സ് പ്ലസ് ടുവിനെ നമ്മൾ മാറ്റിയില്ലേ. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2/5 ഇൻറ്റു എക്സ് പ്ലസ് 2 ഓൾ റേസ് ടു 5/2 എന്നുള്ള ഫസ്റ്റ് ടേമിന് എഴുതാം. 4/3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഓൾ റേസ് ടു 3/2 എന്നുള്ള സെക്കൻഡ് ടേമിന് നമുക്ക് എഴുതി ആൻസർ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റത്തെ കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന എക്സസൈസ് 7.2 13th വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ എന്താണ്? x² / 2 + 3x³ ഹോൾ ക്യൂബ് അല്ലേ. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരാൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമ്മൾ x⁻n എന്നുള്ള സബ് കാറ്റഗറിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ x⁻n എന്നുള്ള ടേമിനാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ x⁻n ടേം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാൾക്കാരുണ്ട്. ഒന്ന് 2 + 3x³ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണോ അല്ലെങ്കിൽ x² കൊടുക്കണോ എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആർക്കാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഡെറിവേറ്റീവ് എവിടെ ഉണ്ടാവും? നമ്മൾ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. സപ്പോസ് x² ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ടി എന്നുള്ളത്, ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. ഇവിടെ 2x പോസിബിൾ ആണോ? ഇല്ല. അവിടെ എക്സിന്റെ ടേം പിന്നെ വരുന്നത് 3x³ ആണ്. ഇനി അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത് 3x³ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു അല്ലെ. ആ എൻ്റെ ടേം 2 + 3x³ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? 9x² എന്ന് വരും. പക്ഷേ ആ x² അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ടി എന്നുള്ളത് 2 + 3x³ നമുക്ക് എന്ത് കൊടുക്കാം? ടി എന്നുള്ളത് കൊടുക്കാം. ഇനി ബോത്ത് സൈഡ് എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ 2 + 3x³ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9x² എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx എന്ന് വരും. ഇതിൽ നമുക്ക് dx എന്നുള്ള ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? dt / 9x² എന്നുള്ളതിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിട്ട് വരും? ഇൻ്റഗ്രൽ x² / 2 + 3x³ ഹോൾ ക്യൂബ് dx = x² നമുക്ക് ഇനി ഒന്നും മാറ്റാനൊന്നും ഇല്ല അല്ലേ. x² / 2 + 3x³ ഹോൾ ക്യൂബിനെ നമുക്ക് t³ എന്ന് കൊടുക്കാം. dxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt/9x² എന്ന് കൊടുക്കാം. ഓക്കെ, ഈ x² x² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനി ബാലൻസ് വരിക ഇൻ്റഗ്രൽ 1/9t³ dt എന്ന് വരും. 1/9 കോൺസ്റ്റന്റ് ആണല്ലോ. ഇൻ്റഗ്രൽ t³ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ വന്നു. അപ്പം എന്താവും? t⁻³ dt എന്നാവും. ക്ലിയർ ആണല്ലോ. ഇനി ന്യൂമറേറ്റർക്ക് എന്തിനാ കൊണ്ടുവന്ന് നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് t³ ന്യൂമറേറ്റർ കൊണ്ടുവന്നത്. t³ ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ, ഇൻ്റഗ്രേഷൻ പെട്ടെന്ന് പോസിബിൾ ആക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 1/9 അവിടെ നിൽക്കട്ടെ. 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ t⁻³ പറഞ്ഞാൽ എന്താ വരിക? x⁻n, അതായത് 1 കൂടും. -3 + 1 പറഞ്ഞാൽ എന്താ? t⁻2 / -2 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്ററിൽ -2 എന്ന് വരും പ്ലസ് സി. അതായത് ഇനി t⁻2 നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ മൈനസ് പോകും അല്ലേ. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എങ്ങനെ വരും? 1/-1 അല്ലേ, ഒരു മൈനസ് ഉണ്ടാവും അവിടെ. 1/2 × 9 പറഞ്ഞാൽ 18t² പ്ലസ് സി എന്ന് പറയും. നമുക്കറിയാം നമ്മൾ ടീക്ക് ആരെടുത്തത്? 2 + 3x³ എന്നുള്ള ടേമാണ് ടീക്ക് എടുത്തത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ -1/2
18 ഇൻറ്റു 2 പ്ലസ് 3x³ സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ?